എന്തു പറയുന്നു രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഇപ്പോൾ യാത്ര നടത്തുന്ന യാത്രാ മധ്യേ എല്ലാം ജനങ്ങളോട് പറയുന്ന ഒരാളിനോട് ഞാൻ ആവശ്യപ്പെടുന്നു, മറുപടി പറയണം. രൺദീപ് സുർജേവാല, കോൺഗ്രസ് മുഖ്യ വക്താവ്, ഓൾ ഇന്ത്യ. പുരോഗമനപരമായ വിധിയെ സ്വാഗതം ചെയ്യുന്നു. ലിംഗസമത്വത്തിന് വഴിയൊരുക്കുന്നതും സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ തീരുമാനമാണിത്. ലിംഗപരമായ വിവേചനം എത്ര വലിയ വിശ്വാസമായാലും വിശ്വാസപരമായ കാര്യങ്ങൾ പാടില്ല. അതെത്ര പവിത്രപരമായ കാര്യമാണെങ്കിലും. ഇത് ഞാൻ UDF-നോട് ചോദിക്കുന്നു, രമേശ് ചെന്നിത്തലയോടും സതീശനോടും ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയുക. ഇത് AICC-യുടെ അന്നത്തെ പ്രസ്താവനയാണ്. ഞാൻ മലയാള മനോരമ മാതൃഭൂമി എൻ്റെ പേപ്പറിൻ്റെ തൊട്ട് പിറ്റേ ദിവസം 29-ാം തീയതിയിലെ പത്രം ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല 4 ദിവസം കഴിഞ്ഞപ്പോൾ, കൃത്യമായ ഡേറ്റ് സഹിതം ഞാൻ പറയാം, അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, 5-ാം തീയതി പറഞ്ഞു ഞങ്ങൾ സമരത്തിനിറങ്ങും, വിശ്വാസികളുടെ വിശ്വാസത്തെ ഇത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. 5-ാം തീയതി പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ സമരത്തിന് 150 പേരെ പോലും കിട്ടാത്ത ഗതികേടുണ്ടായി. അതുകൊണ്ടാവാം ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. 8-ാം തീയതി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃയോഗം ചേർന്ന് ഇനി ഒരാൾ പോലും കോൺഗ്രസ് ഈ സമരത്തിൽ പങ്കെടുക്കില്ല, ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പിന്തുണയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഈ പുസ്തകത്തിൻ്റെ 2ാമത്തെ ആദ്യകാല നാൾവഴികൾ എന്നുള്ളതിലുണ്ട്. ആ നാൾവഴികളിൽ 8/10/2019 8/10 കോൺഗ്രസ് സമരത്തിനില്ലെന്ന് പ്രസ്താവിച്ചു. അവർ സമരരംഗത്ത് നിന്ന് പിന്മാറി. കോൺഗ്രസ് യോഗമാണ് ഇത് തീരുമാനിച്ചത്. എന്തു പറയുന്നു രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഇപ്പോൾ യാത്ര നടത്തുന്ന യാത്രാ മധ്യേ എല്ലാം ജനങ്ങളോട് പറയുന്ന ഒരാളിനോട് ഞാൻ ആവശ്യപ്പെടുന്നു, മറുപടി പറയണം. 8/10-നുള്ള കോൺഗ്രസിൻ്റെ നേതൃയോഗ തീരുമാനം 2 കൊല്ലക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബിൽ ശബരിമല സ്ത്രീകൾ കടക്കട്ടെ എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ അതിനെ എതിർത്തൊക്കെ ഉണ്ട്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പഴയ കാര്യമായതുകൊണ്ട്. ഇന്നിപ്പോൾ അവരാണ് അതിൻ്റെ വലിയ ആളുകളായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ സന്ദർശിക്കാനായി പോയി? നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം, യാതൊരു സംശയവുമില്ല. നിയമവാഴ്ചയുള്ള രാജ്യത്ത് ആര് കുറ്റം ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും അതിൻ്റെ വ്യവസ്ഥാപിതമായ നിയമത്തിലൂടെയാണ് പോകേണ്ടത്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എന്തുകൊണ്ട് ഇവരിങ്ങനെ പ്രകോപിതരായി എന്നെനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു കോടതി ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ്, തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്ന് പറയുന്ന 91 പേജുള്ളൊരു വിധിന്യായം എഴുതി കഴിഞ്ഞപ്പം അതിനോട് അപ്പീൽ പോകേണ്ടവർക്കുണ്ടെ പോകാം.